നമസ്കാരം. ഏവർക്കും ജ്യോതിർവാണി ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വാരത്തിൽ ജൂലൈ 19 മുതൽ ജൂലൈ 26 വരെ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് വിശദമായി നോക്കാം. മേടം രാശിയിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക, ആദിവാദം നക്ഷത്രക്കാർക്ക് ഈ ഫലങ്ങൾ പൊതുവായി ബാധകമാണ്. വ്യക്തിഗത ജാതകവും ഗ്രഹദശയും അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ആദ്യം ഈ ആഴ്ചയുടെ പൊതുവായ ഫലം നോക്കാം. മേടം രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ പ്രതീക്ഷകളും മുന്നേറ്റത്തിനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും. കുറച്ചു കാലമായി മനസ്സിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ പതിയെ മാറിത്തുടങ്ങും. ആത്മവിശ്വാസം വർദ്ധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തുചാട്ടവും അമിത ആത്മവിശ്വാസവും ചിലപ്പോൾ ചെറിയ നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും ശാന്തമായി ആലോചിച്ച ശേഷം മാത്രം എടുക്കുക. ഇനി തൊഴിൽ മേഖലയിലേക്ക് കടക്കാം. തൊഴിൽ ചെയ്യുന്ന മേടം രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. ആദ്യം അത് ഒരു സമ്മർദ്ദമായി തോന്നിയാലും പിന്നീട് അത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള വലിയ അവസരമായി മാറുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും സഹപ്രവർത്തകരുടെ പിന്തുണയും ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അഭിമുഖത്തിനുള്ള വിളി ലഭിക്കുകയോ പുതിയ അവസരങ്ങൾ തുറന്നു വരികയോ ചെയ്യാം. ക്ഷമ കൈവിടരുത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ആഴ്ച മിതമായെങ്കിലും നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. പഴയ ഉപഭോക്താക്കൾ വീണ്ടും നിങ്ങളെ സമീപിക്കാം. കുടിശ്ശികയായി കിടന്നിരുന്ന ചില തുകകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള വാരമാണ്. എന്നാൽ പുതിയ പങ്കാളി കരാറുകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാ രേഖകളും പരിശോധിക്കുക. സാമ്പത്തിക സ്ഥിതി വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സൂചനകൾ കാണുന്നുണ്ടെങ്കിലും അതോടൊപ്പം ചെലവുകൾ കൂടാനുള്ള സാധ്യത ഉണ്ട്. അനാവശ്യ വാങ്ങലുകൾ ഈ വാരം ഒഴിവാക്കുക. ഭാവിയെ മുൻകൂട്ടി കണ്ട് ചെറിയൊരു സമ്പാദ്യശീലം ആരംഭിക്കുന്നത് ഈ വാരം വളരെ നല്ലതാണ്. കുടുംബജീവിതത്തിൽ ഈ ആഴ്ച സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. വീട്ടിൽ ഒരു മംഗളകാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഈ ആഴ്ച സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും പരസ്പരം തുറന്നു പറഞ്ഞ് സംസാരിക്കുക. അവ വളരെ വേഗം ഈ വാരം പരിഹരിക്കാനാകും. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ്. പരസ്പര വിശ്വാസം കൂടുതൽ ശക്തമാക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുള്ള വാരമാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച പുരോഗതി ഉണ്ടാകും. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ആത്മാർത്ഥമായി പാലിച്ചാൽ വിജയം കൂടുതൽ എളുപ്പമാക്കാൻ ഈ വാരം സാധിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഈ വാരം കാണുന്നില്ല. എങ്കിലും ഉറക്കക്കുറവ്, ക്ഷീണം, തലവേദന എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുള്ള വാരമാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെറിയ വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് ഈ വാരം ഗുണം ചെയ്യും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ വാരം സന്തോഷകരമായ വാർത്ത ലഭിക്കാം. വിദേശയാത്രയോ വിസയോ കാത്തിരിക്കുന്നവർക്ക് മുന്നേറ്റ സൂചനകൾ കാണുന്ന വാരമാണ്. ഈ ആഴ്ച മേടം രാശിക്കാരുടെ ഭാഗ്യദിനങ്ങൾ ചൊവ്വയും ഞായറുമാണ്. മേടം രാശിക്കാരുടെ ഭാഗ്യനിറം ചുവപ്പും മഞ്ഞയുമാണ്. ഈ ആഴ്ചയിലെ ഭാഗ്യസംഖ്യ 1, 9. ഇനി ഈ ആഴ്ച ചെയ്യാവുന്ന ഒരു ലളിതമായ വഴിപാട് പറയാം.
ചൊവ്വാഴ്ച രാവിലെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക. കൂടാതെ ഓം ശ്രീ ഹനുമതേ നമ എന്ന ഈ മന്ത്രം 21 പ്രാവശ്യം ജപിക്കുന്നത് മേടം രാശിക്കാർക്ക് ആത്മവിശ്വാസവും മനഃശാന്തിയും നൽകുമെന്ന് കരുതുന്നു. അവസാനമായി ഒരു പ്രധാന കാര്യം പറയുകയാണ്. ഈ ആഴ്ച കോപം നിയന്ത്രിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. വാഹനം ഓടിക്കുമ്പോൾ മേടം രാശിക്കാർ അശ്രദ്ധത ഒഴിവാക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് ഈ വാരം തീരുമാനമെടുക്കരുത്. മൊത്തത്തിൽ നോക്കുമ്പോൾ മേടം രാശിക്കാർക്ക് ഈ ആഴ്ച പരിശ്രമത്തിന് ഫലം ലഭിക്കാനും പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരാനും സാധ്യതയുള്ള വാരമാണ്. ആത്മവിശ്വാസത്തോടെയും ദൈവവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള എല്ലാ വാരഫലങ്ങളും ദിവസേന ലഭിക്കാൻ നമ്മുടെ ചാനൽ ജ്യോതിർവാണി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.